CPM-ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം നിങ്ങൾക്ക് അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ പാർട്ടിയല്ല നോക്കുന്നത്, നിങ്ങൾ അധികാരത്തെയും അധികാരത്തിൽ നടത്തിത്തരുന്ന ഉദ്യോഗസ്ഥരെയും അവർ നൽകുന്ന ഉപദേശത്തിനുമാണ് കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് നടന്ന ഒരു ഗർഭിണിയെ തല്ലിയ പോലീസുകാരനെ 1.5 വർഷം നിങ്ങളെങ്ങനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കുക? കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട അസംഖ്യം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇതിനു വേണ്ടിയിട്ട് ആളുകൾ വിവരാവകാശത്തിന് പോകുന്നെന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ, എന്നിട്ടും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഒരു നടപടി പോലും ഉണ്ടായില്ല. പ്രശ്നം CPM-ൻ്റെ അധികാരത്തിലിരുന്നുള്ള, ആ കസേരയിലിരുന്നുള്ള അധികാര ദുഷ്പ്രഭുത്വം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM-നെ ബാധിച്ചിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാരഡിയിൽ കേസെടുക്കാനുണ്ടായ തീരുമാനം. ഈ ബുദ്ധി ആരുടെ ആയിരിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് അധികാരം നിയന്ത്രിക്കുന്ന ഒരു കോക്കസിൻ്റേതാണ്. അത് പിണറായി വിജയനെ ചുറ്റി നിൽക്കുന്ന ഒരു കോക്കസിൻ്റെയാണ്. പരമ വിഡ്ഢിത്തരമേ കാണിക്കൂ, പക്ഷേ വിഡ്ഢിത്തരമാണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ടാണ് ഇന്നലെ കേസെടുത്തു, ഇന്ന് വളരെ ശക്തമായി മെറ്റയ്ക്ക് കത്തെഴുതി, ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് മെല്ലെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അധികാരത്തെക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കണേ എവിടേക്കാണ് ഇതിൻ്റെ റെപ്രിക്കഷൻസ് പോകുന്നത്. ഒരാൾ പോലും ഈ സംവിധാനത്തിനകത്ത് ഇത് ചെയ്യരുത്, ഇത് അബദ്ധമാണ് എന്ന് മാത്രമല്ല, ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്താ?